അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ആമീൻ. ലോക സഹോദരി സഹോദരന്മാരെ, എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു ചരിത്രമാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് പറയുവാൻ വേണ്ടി എൻ്റെ ഹൃദയത്തുടുപ്പിന് ഒരു തുടക്കം കുറിച്ച ഒരു ഗ്രന്ഥമാണിത്. നമ്മളെ എയർപോർട്ട് ജംഗ്ഷനിലുള്ള മുസാഫിർ ഖാൻ്റെ ബാക്കിൽ സ്ഥിതി ചെയ്യുന്ന ബിസ്മി ചാരിറ്റബിൾസ് എന്ന സ്ഥാപനത്തിൻ്റെ കമ്മീനർ മച്ചിങ്ങൽ ബഷീർ എന്ന അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥമാണ് എൻ്റെ ഹൃദയ നമ്പരത്തിനും ഈ കഥ ഒന്ന് 10 പേരെയെങ്കിലും പറഞ്ഞൊന്ന് മനസ്സിലാക്കണം എന്ന് എൻ്റെ മനസ്സിനെ തിടുക്കപ്പെടുത്തിയ ഒരു കാര്യം. ഇൻഷാ അല്ലാഹ് അത് ശരിയോ തെറ്റോ എന്നുള്ള യാഥാർത്ഥ്യ സത്യങ്ങൾ ഞാൻ പറയുന്നതിൻ്റെ ചില വരികൾ വെച്ച് ഒരു പക്ഷേ നിങ്ങൾക്ക് ഏവർക്കും കണ്ടും കേട്ടും മനസ്സിലാവുന്ന ഒരു യാഥാർത്ഥ്യ സത്യമാണ്. ഇത് അമേരിക്ക, ഇംഗ്ലണ്ടും ആഫ്രിക്കയിൽ നിന്നുള്ള കാര്യമൊന്നുമല്ല. നമ്മളെ കരിപ്പൂരിൽ മുസാഫിർ ഖാൻ്റെ ബാക്കിൽ സ്ഥിതി ചെയ്യുന്ന ബിസ്മി ചാരിറ്റബിൾ സൊസൈറ്റി സാധുജനങ്ങൾക്കും രോഗികൾക്കും ബ്ലഡ് മാറ്റിവെക്കൽ അങ്ങനെയുള്ള ഒരുപാട് സംബന്ധമായിട്ടുള്ള രോഗികളെ ബ്ലഡ് സർക്കുലേഷൻ, ട്രാൻസ്ലേഷൻ എന്നൊക്കെയുള്ള എല്ലാവിധ സംവിധാനങ്ങൾക്കും മാതൃകയാകി ഒരുപാട് അതിഥികൾക്കും വിധവകൾക്കും യത്തീമുകൾക്കും പട്ടിണി പാവങ്ങൾക്കും സ്വന്തമായൊരു വീടില്ലാത്തവർക്ക് അവർക്കൊരു കൂര നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടും ഇന്ന് ഒരു ആധുനിക സ്ഥാപനം ഒരു സർക്കാരിൻ്റെയും സഹായമില്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഇന്ന് വന്നവർക്കും കണ്ടവർക്കും അതിൻ്റെ പ്രതിഫലം പറ്റുന്നവർക്കും മനസ്സിലാകുന്ന, നേരിട്ട് കണ്ടറിയാവുന്ന ഒരു നഗ്ന സത്യത്തിൽ പ്രത്യക്ഷമായി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ബിസ്മി ചാരിറ്റബിൾ സൊസൈറ്റി. അതിൻ്റെ നടത്തിപ്പുകാരനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മച്ചിങ്ങൽ ബഷീർ എന്ന അദ്ദേഹം ഒരു കോടീശ്വരനോ ലക്ഷപ്രഭുവോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ, സേവനങ്ങൾ പറ്റി ജീവിക്കുന്ന ഒരാളോ, അങ്ങനെ ഒരു വ്യക്തിയോ, അങ്ങനെ പേരും പ്രഗൽഭങ്ങളും നേടിയെടുക്കുവാനോ, അങ്ങനെ പ്രസക്തി നേടി ഈ വില കൂടിയ കാറിലും പ്ലെയിനിലും പറന്ന് ജനങ്ങളെ സേവിച്ച് ഞാൻ വലിയവനാണ് എന്ന് ഒരു പ്രകടനം ഉണ്ടാക്കുവാനോ ഉള്ള ഒരു ആളല്ല. സാധാരണക്കാരനിൽ നിന്നും വളരെ താഴ്ന്നു ജീവിച്ച്, അതായത് കുപ്പക്കുഴിയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഒരു മാണിക്യം എന്ന് തന്നെ പറയാം. ഇത് ഞാൻ പറയുന്നതല്ലാതെ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകണമെന്നുണ്ടെങ്കിൽ ദൂരെയെങ്കിലും പോകേണ്ടതില്ല. ഒന്ന് ബിസ്മിന്ന് ഈ പുസ്തകങ്ങൾ ഒന്ന് വാങ്ങിച്ചിട്ട് കഴിയുമെങ്കിൽ മനസ്സിന് നന്മയുള്ളവർക്ക് ഇത് ഒരു വരി പോലും വിട്ടുപോകാതെ വായിക്കാൻ കഴിയും. എന്നാൽ മനസ്സിന് അല്പം നന്മ കുറഞ്ഞിരുന്നാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ശൈലികളും കണ്ടെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്ന ഇന്ന് നമ്മളെ ദൃസാക്ഷിയുടെ മുമ്പിൽ, നമ്മളെ തിരുക്കണിൻ്റെ മുമ്പിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ബിസ്മി ചാരിറ്റബിൾ സൊസൈറ്റി. എന്നാൽ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ നടത്തിപ്പ് ആരാണ്, ഇതിൻ്റെ കൺവീനർ ആരാണ്, ഇതിനുള്ള കാരണക്കാരൻ ആരായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി എന്തായിരുന്നു, ചെറുപ്രായത്തിൽ അദ്ദേഹം എത്രയധികം കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒന്ന് അഗാധമായി മനസ്സിലാക്കുന്നത് ഏറെ നല്ലതാണ്. കാര്യം നമ്മളിൽ നന്മയും തിന്മയും തിരിച്ചറിയാതെ പല പല വഴികളിൽ കൂടി എങ്ങനെയെങ്കിലുമൊക്കെ സ്വന്തമായി സാമ്പത്തികവും സൗകര്യവും മറ്റൊരാൾ നിർമ്മിക്കുന്നതിനേക്കാൾ ഒരു നില ഉയരത്തിൽ കെട്ടിടം വെച്ച് അഭിമാനത്തോടുകൂടി ഞെളിഞ്ഞ് അവനേക്കാൾ വലിയവനായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കപ്പെടുന്ന ഈ നാട്ടിൽ ഉള്ള ഒരു മഹാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ ചെറിയ ജീവിതകാലം എന്താണെന്ന് മനസ്സിലാകും. ബഷീർ അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിൽ ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറായിട്ടാണ് ഒരു 10-25 വർഷത്തിന് മുമ്പ് കണ്ടത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ ഈ അടുത്ത സമയത്ത്, അതായത് ദൂരെയെങ്ങുമല്ല, 1-2-3-4 ദിവസത്തിന് മുമ്പായിട്ട് ഞായറാഴ്ച അദ്ദേഹത്തിൻ്റെ ബിസ്മി എന്നുള്ള സേവന കേന്ദ്രത്തിൽ നിന്നും ഒരുപാട് രോഗികളും ദരിദ്രരായി കഷ്ടപ്പെടുന്നവരും പാർപ്പിടമില്ലാത്തവരും ഭർത്താവില്ലാത്തവരും പിന്നെ വളരെ ബ്ലഡ് ട്രാൻസ്ലേഷൻ ചെയ്യാൻ മാർഗ്ഗമില്ലാത്തവരും അവശ്യ രോഗികളും സ്വന്തമായി പാർപ്പിടമില്ലാത്തവരും ഒരുപാട് വന്ന് ചേർന്ന് ഓരോരോ സഹായങ്ങൾ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങിക്കൊണ്ട് പോകുന്നതും അത് ഏറ്റുകൊടുക്കുന്നതുമായിട്ടുള്ള ഒരു കൈ ആണ് ബഷീർ. അത് അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടുന്നു, എങ്ങനെ കിട്ടുന്നു, അത് മേടിച്ചുകൊണ്ട് പോകുന്നവരാരും മനസ്സിലാക്കുന്നില്ല, അറിയുന്നില്ല. എന്നാൽ അദ്ദേഹം ആരായിരുന്നു, അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ അനുഭവിക്കപ്പെട്ടിരുന്ന കഷ്ടകാലങ്ങളും കഷ്ടപ്പാടുകളും എന്തായിരുന്നു എന്നതിനെക്കുറിച്ചും ആർക്കും മനസ്സിലാകുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ, അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ബാപ്പ ഒരു വീടി ചെറുപ്പക്കാരനായിരുന്നു, ഉമ്മ ഒരു ഏതെങ്കിലും കൂലിപ്പണിക്ക് പോയി നിത്യവർത്തി കഴിയാൻ മാർഗം കണ്ടെത്തുന്ന ഒരാളായിരുന്നു. അവരുടെ 3 മക്കളായിരുന്നു. ഒന്ന് ബഷീർ, അദ്ദേഹവും റഹീമും ജമീല എന്ന പേരുള്ള ഒരു സഹോദരിയും. അവരുടെ സ്കൂൾ വിദ്യാഭ്യാസ പഠനത്തിൻ്റെ കാര്യങ്ങൾ തന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളെ ഹൃദയം നുറുങ്ങി പൊടിഞ്ഞു പോകും. ഒരു ദിവസം സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് മറു ദിവസം മാറ്റിയിടാനില്ലാത്തതിനെ കൊണ്ട് വരുന്ന ദിവസം തന്നെ കഴുകിയിട്ട് ഉണങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം അതും ധരിച്ചുകൊണ്ട് 23 കിലോമീറ്ററോളം 1 മണിക്കൂറിലധികം നടന്ന ദൂരെ സ്കൂളുകളിൽ പോയും വന്നും അങ്ങനെ പഠനങ്ങൾ നടത്തിയും, എന്നാൽ ഈ കഷ്ടപ്പാടിൻ്റെയും ഗതികേടിൻ്റെയൊക്കെ ഇടയ്ക്ക് അള്ളാഹുവിനോടുള്ള നമസ്കാരങ്ങളും ഇബാദത്തും കൃത്യമായി തെറ്റിക്കാതെയും
അതുപോലെ തന്നെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ മാർഗ്ഗമില്ലാത്ത സാഹചര്യം വന്നപ്പോൾ മധുരമില്ലാത്ത കട്ടൻ ചായയിൽ അയലത്തെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു പിടി അരി കൊണ്ട് വറുത്ത് ആ മധുരമില്ലാത്ത ചായയിലിട്ട് കുടിച്ച് ഓരോരോ ദിനങ്ങളും ദിവസങ്ങളും കഴിഞ്ഞു പോയ ആ കാലഘട്ടം അകലെയൊന്നുമല്ല. അത് 1968-70 ശേഷമുള്ള ഒരു ചരിത്രമാണത്. കാര്യം അന്ന് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ അനുജനും കൂടി കല്ലങ്കോറി പോയി കല്ല് ചുമന്ന്, ഒരു കല്ലന്ന് ചുമന്ന 4 പൈസ കിട്ടുമെന്ന്. ആ കല്ലിൻകോരിയിൽ നിന്നും ഒരു കല്ല് ചുമന്ന് കരയ്ക്ക് വെച്ചാൽ കിട്ടുന്നത് 4 പൈസ. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം എല്ല് പോലും ഉറയ്ക്കാത്ത, എല്ലിന് ബലം വെക്കാത്ത സ്വന്തം അനുജൻ റഹീമിനെയും കൂട്ടിപ്പോയി 300 കല്ല് ചുമന്നു. ആ 300 കല്ലിൻ്റെ പ്രതിഫലമായി ഒരു കല്ലിന് 4 പൈസ വെച്ച് അവർക്ക് കിട്ടിയത് 1200 പൈസ, 12 രൂപ. 12 രൂപ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒന്നിച്ച് അവരുടെ കയ്യിൽ കിട്ടിയപ്പോഴുണ്ടായ ആ ഒരു സന്തോഷം. ആ സന്തോഷത്തിൽ മതിമറന്നവർ കൊണ്ടോട്ടിയങ്ങാടി പോയി 8 രൂപയ്ക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളെങ്കിലും അന്നത്തെ നിലയ്ക്ക് 8 രൂപയ്ക്ക് കിട്ടും. ആ 8 രൂപ എന്ന് പറയുമ്പോൾ ഇന്ന് ഒരു മൂല്യം അനുസരിച്ച് 800 രൂപയുടെ മൂല്യമെങ്കിലും ആയേക്കാം. അന്ന് അരിക്കൊക്കെ 45-50 പൈസയൊക്കെ ആകും കിലോയ്ക്ക്. അതേപോലെ എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവും ആയിരുന്നു. ജോലി ചെയ്താൽ കൂലിയും കുറവായിരുന്നു. അതാണ് അന്നത്തെ ജീവിത സാഹചര്യത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പൈസയിൽ 8 രൂപയുടെ സാധനം വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് ഒന്നിച്ച് വന്നപ്പോൾ ആ ഉമ്മാടെയും ബാപ്പാടെയും സഹോദരിയുടെയും എല്ലാവരുടെയും സന്തോഷം കണ്ട് മതിമറന്നുപോയി ബഷീർ അദ്ദേഹവും റഹീമും. കാരണം 12 രൂപ ഒന്നിച്ച് കിട്ടിയ ഒരു ദിവസമല്ലേ. കുറഞ്ഞതൊരു 4-5 ദിവസത്തേക്കെങ്കിലും ഒരുമിച്ച് സാധനം വാങ്ങിച്ച് വെക്കുവാൻ, പല ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ച് വെക്കുവാൻ കഴിഞ്ഞ ഒരു ദിവസമല്ലേ. അതാണ് അവരുടെ അത്ഭുതം നിറഞ്ഞ ഒരു ദിവസം. ആ ദിവസത്തിൽ ബഷീർ അദ്ദേഹം മനസ്സിൽ കോരിയിടുന്നു, കനൽപാതങ്ങളിൽ നിന്നും പച്ചത്തുരുത്തിലേക്കുള്ള നീക്കമാണ് പിന്നീട് അദ്ദേഹത്തിന് തുടങ്ങിയത്. ബാക്കി 4 രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം കൊണ്ടോട്ടിയിൽ പള്ളിയിൽ വന്നു, നമസ്കാരം കഴിഞ്ഞു, അള്ളാഹുവിനോട് തന്ന അനുഗ്രഹത്തിന് നന്ദി പ്രകാശിപ്പിച്ചു. തിരിച്ചിരി നാളത്തേക്ക് എന്താണ് വഴി റബ്ബേ എന്നുള്ള നിരാശ മനസ്സിൽ കുലമ്പിക്കൊണ്ട് കൊണ്ടോട്ടിയിൽ വന്ന് ഒരു ബാപ്പുട്ടിക്കാൻ്റെ ചായക്കടയിൽ കയറി ഇവിടുന്ന് രുചികരമായിട്ട് എന്തെങ്കിലും വീട്ടിൽ എൻ്റെ സഹോദരി ജമീലയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കണമല്ലോ എന്നുള്ള ആഗ്രഹത്തിൽ കണ്ണാടി പെട്ടികളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അടുത്തുള്ളൊരു സ്വർണ്ണക്കടക്കാരൻ ആ കടയിൽ ചായ കുടിക്കാൻ വന്നിരുന്നു. ആ നേരം ബഷീർ അദ്ദേഹത്തിൻ്റെ നോട്ടം കണ്ട് അദ്ദേഹത്തിന് എന്തോ മാനസികമായിട്ട് ഒരു വിഷമോ ഒരു നന്മയോ റബ്ബ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ച് കൊടുക്കുകയാണ്. ഈ ബഷീർ അദ്ദേഹം എന്തൊക്കെയോ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, പക്ഷേ കയ്യിൽ പൈസ തികയാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഒരു പക്ഷേ ഉണ്ടാകാം. എന്നാൽ ഈ മനുഷ്യനെ ഒന്ന് പിടിച്ച് കരകയറ്റാൻ എന്താണ് മാർഗം എന്ന് അദ്ദേഹം ചിന്തിക്കുമ്പോൾ അദ്ദേഹം ബഷീർ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, നിനക്ക് ഞാനൊരു ജോലി ഒപ്പിച്ചു തന്നാൽ നിനക്ക് പോകാൻ കഴിയുമോ? തീർച്ചയായിട്ടും പോകാൻ കഴിയുമെന്ന് ബഷീർ അദ്ദേഹം സമ്മതിക്കുന്നു. എവിടെയാണ്, ഏതാണെന്ന് പോലും അറിയാതെ സമ്മതിച്ചു. എന്നാൽ ആ സ്വർണ്ണക്കടക്കാരൻ ഭാസ്കരപിള്ള നിശ്ചയിച്ചിരുന്ന ജോലി എവിടെയാണെന്ന് അറിയുമോ? ശ്രീമതി മന്ത്രി കമലത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയായിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്കാണ് ബഷീർ അദ്ദേഹത്തിന് ജോലി തരപ്പെടുത്തിയിരിക്കുന്നത്. റബ്ബ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിച്ചു കൊടുത്ത ഒരു ബന്ധത്തിലായിരിക്കാം ശ്രീമതി കമലവും ആ സ്വർണ്ണക്കടക്കാരൻ ഭാസ്കരപിള്ളയായിട്ടുള്ള ബന്ധം. അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ച് അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ ഇത് കേട്ട ബാബുട്ടിക്ക, ചായക്കടക്കാരനായ ബാബുട്ടിക്ക അത്ഭുതപ്പെടുന്നു. ഈ ബഷീറിന് സെക്രട്ടേറിയറ്റിൽ മന്ത്രി കമലത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയോ? അദ്ദേഹത്തിന് അതിശയവും അത്ഭുതവും. എന്നാൽ ഇതൊന്നും ഒരു അത്ഭുതമല്ല എന്ന് പ്രകടമാക്കിക്കൊണ്ട് സ്വർണ്ണക്കടക്കാരൻ എന്ത് ചെയ്തു? നിൻ്റെ പോകാൻ പൈസ ഉണ്ടോ? ഇല്ല, എൻ്റെ കയ്യിൽ 4 രൂപയേ ഉള്ളൂ. അപ്പോൾ വണ്ടിക്കൂലിക്ക് തന്നെ 10-30 രൂപയെങ്കിലും വേണം. തിരുവനന്തപുരത്ത് പോകാൻ, ഇവിടെ തങ്ങണം, പിന്നെ സെക്രട്ടറിയിൽ എത്തണം. ഇതിനെക്കുറിച്ച് ഒരു തുപ്പും ഒന്നും ബഷീർ അദ്ദേഹത്തിന് അറിയില്ല. തിരുവനന്തപുരം എന്നുള്ള രാജ്യം എവിടെയാണെന്ന് പോലും അറിയില്ല. ആ സ്ഥിതിയിൽ നിന്ന് വിയപ്പ് മുട്ടുന്ന സമയത്ത് ഇത് സ്വർണ്ണക്കടക്കാരൻ ഭാസ്കരപിള്ള ഈ ബാബുട്ടിക്കാൻ്റെ മേശ തുറന്നൊരു 150 റുപ്യ എടുത്ത് ബഷീറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഇത് നിൻ്റെ വണ്ടിക്കൂലിയും അത്യാവശ്യ ചെലവിനും ഇരിക്കട്ടെ. മഹാ അത്ഭുതം. കരയണോ ചിരിക്കണോ റബ്ബേ ഇതെന്താണെന്ന് അറിയാമെന്ന് ഇത് അത്ഭുതപ്പെട്ട് നിലച്ചു നിന്ന് പോയ ബഷീർ ഇദ്ദേഹത്തിൻ്റെ മുഖം നോക്കി ആദ്യം പരിഹാസത്തോടുകൂടി നോക്കിയ ബാബുട്ടിക്കായും അത്ഭുതപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ മേശയിൽ നിന്നുമാണ് ഈ 150 രൂപ എടുത്ത് കൊടുത്തതെങ്കിലും ആ ബാബുട്ടിക്കായും ഭാസ്കരപിള്ളയായിട്ട് സ്വന്തം ഒരു മേശ പോലുള്ള കൈകാര്യങ്ങളും സാമ്പത്തിക ഇടപാടുകളും ഉണ്ടാകാം. എന്നാൽ അവിടെ സംഭവിച്ചത് ഈ ബാബുട്ടിക്കാൻ്റെ മേശയിലാണ് എടുത്തു കൊടുത്തതെങ്കിലും നഷ്ടം വരുന്നത് ഭാസ്കരപിള്ളയ്ക്കാണ്. ഭാസ്കരപിള്ള അത് കടം വീട്ടിക്കൊള്ളു. കാര്യം തൊട്ടുപുറത്തോട്ട് നീങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ സ്വർണ്ണക്കടയിൽ എടുത്തു കൊടുക്കാൻ കഴിയും. അതും ബാബുട്ടിക്കൊക്കെ അറിയാം. കാര്യം ഒരു ചലവനല്ല ഭാസ്കരപിള്ള. അങ്ങനെ ബഷീർ അദ്ദേഹം വീട്ടിൽ ചെന്ന് സന്തോഷപൂർവ്വം ആർഭാടത്തോടുകൂടി ഉമ്മായുടെയും ബാപ്പയോടും സഹോദരങ്ങളോടൊക്കെ യാത്ര ചോദിച്ച സമയത്ത് ബാപ്പ ഉമ്മായും പറയുന്നു, ഉപ്പായുടെയും ആങ്ങളമാരുടെയൊക്കെ പോയി യാത്ര ചോദിക്കുമ്പോൾ നിനക്കൊരു നല്ല വഴി റബ്ബ് കാട്ടിത്തന്നതായിരിക്കും എന്ന് പറയുന്നു. അത് പ്രകാരം ഇദ്ദേഹം ഉമ്മാടെ ബാപ്പാടെ ആജ്ഞ അനുസരിച്ച് ഉപ്പാടെയൊക്കെ വീട്ടിൽ യാത്ര പറയുവാൻ ചെല്ലുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു 300 രൂപ മഹാ അത്ഭുതം. അപ്പോൾ അദ്ദേഹം നേരത്തെ സങ്കല്പിച്ചിരുന്നത്, ഞാൻ ഇവിടുന്ന് പോയാൽ എൻ്റെ ഉമ്മയും ബാപ്പായാരും നോക്കൂ, എൻ്റെ ചിലവ് കൊണ്ടാണ് ആ വീട് കഴിയുന്നത്.
അനുജൻ റഹീമും ജമീലായും ഒക്കെ കഴിയുന്നത്. വേറെ മാർഗ്ഗമില്ലല്ലോ എന്ന് ഭാസ്കർ സ്വർണ്ണക്കടക്കാരനോടും ബാബുട്ടിക്കാരനോടും പറയുമ്പോൾ അവർ പറയുന്നു, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, അവരെ ഞങ്ങൾ പട്ടിണിയാക്കില്ല. നീ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് മന്ത്രി കമലത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടാണ് നിനക്ക് ജോലിക്ക് പോകാനിരിക്കുന്നത്. നിനക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ആ ഉറപ്പും അവർ കൊടുത്ത 150 രൂപയും കൂപ്പൺ നൽകിയ 300 രൂപയും ഇതെല്ലാം കൂടെ കരസ്ഥമാക്കി പിറ്റേ ദിവസം യാത്ര പോകാനുള്ള അത്യാവശ്യ സാധനങ്ങൾ ചുരുങ്ങിയത് വാങ്ങി അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടം വരെ ഇദ്ദേഹത്തിന് സ്പീഡുള്ളായിരുന്നു. പിന്നീട് ബഷീർ അദ്ദേഹം അവിടെ നിന്ന് അങ്കലാപ്പിട്ട് ചിന്തിക്കുകയാണ്, റബ്ബേ എവിടെയാണ് തിരുവനന്തപുരം, ഏത് വണ്ടിയിലാണ് കയറേണ്ടത്, എവിടെയാണ് ഇരിക്കേണ്ടത്, എവിടെയാണെന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്, ഒന്നും അറിയാതെ റബ്ബേ എനിക്കൊരു സഹായം ചെയ്യണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു CD ബൂത്തിൽ അന്ന് കയറി ഭാസ്കർപിള്ള കൊടുത്ത പ്രകാരമുള്ള ഫോൺ നമ്പർ കറക്റ്റാണ്. 3-4 പ്രാവശ്യം അന്ന് റൗണ്ട് കറക്കുന്നതല്ലേ, അതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ഞെക്കണമല്ലോ. അങ്ങനെ കറക്കി വരുമ്പോഴൊന്നും ആ നമ്പർ കിട്ടുന്നില്ല, ശരിയാകുന്നില്ല എന്ന് പടച്ചവനെ മലായിക്കത്ത് ബഷീറിൻ്റെ രക്ഷയ്ക്കായി ഇറങ്ങിയതുപോലെ അവിടെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അതാണ് സ്വർണ്ണക്കടക്കാരൻ ഭാസ്കരപിള്ള, ഇദ്ദേഹത്തിൻ്റെ സെക്രട്ടേറിയറ്റിലേക്ക് ജോലി ശരിയാക്കിയ ഭാസ്കരപിള്ള. അപ്പോൾ പിന്നെ ഫോൺ ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ അദ്ദേഹം പിന്നീട്, ഞാൻ ചുരുക്കി പറയുകയാണ്, അങ്ങനെ അദ്ദേഹം പിന്നീട് ബഷീർ അദ്ദേഹത്തിന് ടിക്കറ്റ് എടുത്ത് അങ്ങനെ ആ രാത്രിയിൽ തന്നെ ട്രെയിൻ കയറി പിറ്റേ ദിവസം പുലർച്ചയിൽ തിരുവനന്തപുരത്തിലേക്ക് എത്തി. അങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയതിന് ശേഷം അദ്ദേഹത്തിന് അന്ന് ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള സൗകര്യം ഭാസ്കരപിള്ളയുടെ ഒരു ബന്ധുവീട്ടിൽ തയ്യാറാക്കി പിറ്റേ ദിവസം രാവിലെ സെക്രട്ടറിയിലേക്ക് മന്ത്രി കമലത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചു. അങ്ങനെ 600 രൂപ ശമ്പളത്തിൽ ശ്രീമതി മന്ത്രി കമലത്തിൻ്റെ അന്ന് മന്ത്രി കമലം സഹകരണ വകുപ്പ് മന്ത്രിയാണ്. ആ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീമതി കമലത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് ജോലി കിട്ടിയ ബഷീർ അദ്ദേഹമാണ് ഇന്ന് ബിസ്മിയിൽ ഇരുന്ന് സാധുജന സേവനം ചെയ്യുന്നതെന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതെങ്ങനെ അവസാനിക്കും? കാരണം ആരും ചിന്തിക്കും, ആ 1970-80 കാലഘട്ടങ്ങളിൽ സെക്രട്ടേറിയറ്റിലെ തൂപ്പുകാരൻ്റെ മക്കൾ പോലും ഇന്ന് മന്ത്രി കസേരയിൽ ഇരിക്കുന്ന കാലഘട്ടം. അന്ന് 1 രൂപയ്ക്ക് 4 ദോശയും ഒരു ചായയും കിട്ടുന്ന കാലഘട്ടം. എന്നാൽ ബഷീർ അദ്ദേഹത്തിനെ സംബന്ധിച്ച് യാതൊരു കാരണവശാലും 10 പൈസ പോലും മുടക്കമില്ലാതെ ചായ കുടിക്കുവാനോ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുവാനോ എല്ലാവിധ സഹകരണങ്ങളും സഹകരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യുവാനുള്ള ഒരുപാട് മറ്റ് അപേക്ഷകരും വലിയ VIPsകളും വലിയ ബിസിനസ്സുകാരും അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുടെ തിരക്കാണ് ബഷീർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ. കാര്യം ഒരു റെക്കമെൻഡിന് വേണ്ടി ആയിരക്കണക്കിന് രൂപ കൊടുക്കാവുന്നതും എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതും അങ്ങനെ കോടീശ്വരനാകാനും അങ്ങനെ ആ കാലം അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ കോടീശ്വരനാകാമായിരുന്നു. വലിയ മാളിക വെച്ച് വേണ്ടി വന്നാൽ പ്ലെയിനിൽ വരെ പറക്കത്തക്ക സൗഭാഗ്യവാനായി മാറാൻ സാധ്യതയുള്ള ഒരു മനുഷ്യൻ എന്ന് നമ്മൾ ചിന്തിക്കണം. കാര്യം സഹകരണ വകുപ്പ് മന്ത്രി ശ്രീമതി മന്ത്രി കമലത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയാണ്, അവിടുത്തെ തൂപ്പുകാരനല്ല. അപ്പോൾ അത്രയ്ക്കും ഔദ്യോഗികപരമായിട്ടുള്ള ഒരു ജോലി 1973 ശേഷം 83 വരെ അദ്ദേഹം അങ്ങനെ ആ ജോലി ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹം തീർച്ചയായും ഒരു മന്ത്രി കസേരയിൽ ഇരിക്കേണ്ട ആൾ തന്നെ. പക്ഷേ റബ്ബ് കൽപ്പിച്ചു ബഷീറിന് ഈ മന്ത്രിയാകാൻ പാടില്ല. കാരണം രാജ്യം ഭരിക്കാനോ രാജ അധികാരിയാകാനോ ഉള്ള യോഗ്യതയിൽ ഇനി മുന്നോട്ട് ആർക്കും കഴിയില്ല. കാര്യം നീതി പുലർത്തുവാൻ കഴിയില്ല. അതാണ് കാരണം കൈക്കൂലി മേടിച്ചാലും ദോഷം ചെയ്താലും ദോഷം ചെയ്തില്ലെങ്കിലും താഴെ ഇരിക്കുന്ന ഒരു കൈക്കൂലി വാങ്ങിയാലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്ത ചുമതല വഹിച്ച് കണ്ണടച്ചിരിക്കേണ്ട ഒരു സ്ഥിതി ബഷീർ അദ്ദേഹത്തിന് വരും. എങ്ങനെയായാലും അഴിമതിയിൽ മുങ്ങേണ്ട ഒരു സാഹചര്യം അവിടെ സംഭവിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഒരു അഴിമതിക്കാരനായിട്ട് ഒരു ചെറിയ കട പോലും പുരളാൻ പാടില്ല. ബഷീറെ, നീ നിനക്ക് ഒരുപാട് ദാരിദ്ര്യങ്ങളും കഷ്ടപ്പാടും ഞാൻ തന്നതാണ്. നീ റബ്ബിനെ ആശ്രയിച്ച് റബ്ബിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക എന്നുള്ള മാനസിക സങ്കല്പത്തിൽ ഈമാൻ ഉറപ്പിച്ച് അങ്ങനെ ഇതുവരെ എത്തിയ ഒരു മനുഷ്യൻ. അപ്പം അതേപോലെയൊക്കെ പല മഹാന്മാരും പണ്ട് പ്രവാചകന്മാർ ആയിരക്കണക്കിന് വർഷത്തിന് മുമ്പ് എഴുതിയിട്ടുള്ള ഹദീസിലും കിതാബിലും ഒക്കെ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ അനുസരിച്ച് കൃത്യമായി നിർവഹിച്ചു പോണ അപൂർവങ്ങളായ ചില സാധാ മനുഷ്യരും നമ്മളുടെ ഇടയിലുണ്ട് എന്ന് എല്ലാ ജനങ്ങളും മനസ്സിലാക്കിയാൽ നല്ലതാണ്. അതുപോലെ തന്നെ എൻ്റെ ഹൃദയത്തിലും കുറച്ച് അത്യാഗ്രഹ വഴുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിലേക്കൊരു മാറ്റം ഉണ്ടായത് ഈ ബഷീർ അദ്ദേഹത്തിൻ്റെ ചെറുകാല ജീവിതചരിത്രം എന്നെ വല്ലാതെ കിടിലം കൊള്ളിപ്പിച്ചു. ജീവിത ചരിത്രം ഇദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് എന്തെങ്കിലും ഒന്ന് സഹായിക്കണേ ബഷീർ ഖാൻ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ പോകുവാൻ എനിക്ക് കഴിയില്ല. കാരണം ഇദ്ദേഹം വെള്ള വസ്ത്രം ധരിച്ച് ഈമാനോടുകൂടി നല്ല പരിശുദ്ധമായ ഇങ്ങനെ ഇരുന്ന് ഓരോരുത്തർക്ക് സാധുജനം സേവനം ചെയ്യുന്നു എന്നത് മാത്രമേ ഉള്ളൂ. മന്ത്രിയല്ല, അധികാരിയല്ല, അഹങ്കാരിയല്ല, അദ്ദേഹത്തിന് സെക്യൂരിറ്റി പടകളോ മറ്റൊന്നുമില്ല എന്ന് മാത്രം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചരിത്രം ചിന്തിക്കുമ്പോൾ ഈ ബഷീർ അദ്ദേഹത്തിനേക്കാൾ കുറച്ചുകൂടി മുന്നിലാണ് ഞാൻ. എന്നാൽ ഞാൻ എന്തുകൊണ്ട് ആ തരം സേവനങ്ങളും മറ്റും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ പടച്ച റബ്ബിൽ ആലമീനായ തമ്പുരാൻ എനിക്ക് അതിനൊക്കെയുള്ള കഴിവുകൾ, വിദ്യാഭ്യാസ യോഗ്യതകൾ, ഈ മനുഷ്യൻ്റെ മുഖത്ത് കാണുന്നത് പോലുള്ള കൃത്യമായ ഈമാൻ്റെ പ്രകാശവും എനിക്ക് റബ്ബ് തന്നിട്ടില്ല. അതുകൊണ്ടാണെന്ന് മാത്രം ബഹുമാന്യ ജനങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ ഈ ചരിത്രം വായിക്കുന്ന മനുഷ്യർക്ക്
കനൽപാദങ്ങളിൽ നിന്നും പച്ചത്തുരുത്തുകളിലേക്കെന്നുള്ള ഈ ഒരു പുസ്തകം വായിച്ചാൽ മാത്രം, ആയിരക്കണക്കിന് ഹദീസുകളോ മറ്റോ പ്രവാചകന്മാരെഴുതിയ ചരിത്രങ്ങളെല്ലാം നിങ്ങൾ അല്പമെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈ മനസ്സിൽ വരും. ബഹുമാന്യ ജനങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ ഈ ചരിത്രം വായിക്കുന്ന മനുഷ്യർക്ക് കനൽപാദങ്ങളിൽ നിന്നും പച്ചത്തുരുത്തുകളിലേക്കെന്നുള്ള ഈ ഒരു പുസ്തകം വായിച്ചാൽ മാത്രം, ആയിരക്കണക്കിന് ഹദീസുകളോ മറ്റോ പ്രവാചകന്മാരെഴുതിയ ചരിത്രങ്ങളെല്ലാം നിങ്ങൾ അല്പമെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈ മനസ്സിൽ വരും. മനസ്സിൽ വന്നാലോ നിങ്ങളുടെ മനസ്സിൽ നല്ലൊരു സമ്പാദ്യമായി പല അത്യാഗ്രഹങ്ങളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും അനാചാര പ്രവർത്തനങ്ങളിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറും. സ്വന്തമായിട്ട് നിങ്ങൾക്ക് എത്ര കാലം ജീവിക്കണമെന്ന് വെച്ചാൽ അതിൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളിലെ കണ്ണിലോ ഹൃദയത്തിലോ പതിയുന്ന പാവങ്ങൾക്ക് ദാനം ചെയ്യണം എന്നുള്ളൊരു മനോഭാവവും നിങ്ങൾക്കുണ്ടാകും. 5 നില വീട് വെച്ചുകൊണ്ട് 6 നിലയ്ക്ക് വേണ്ടി നിങ്ങൾ അത്യാർത്ഥിപ്പെടില്ല. സാധാരണ അത്യാവശ്യമായിട്ട് നമുക്ക് സഞ്ചരിക്കാവുന്ന ഒരു ചെറിയ കാറിൽ നിന്നും BMW അതിലും വലിയ കാറിലോട്ടോ അല്ലെങ്കിൽ പറന്നു പോകണമെന്നോ ആഗ്രഹിക്കുകയില്ല. ഈ പറന്നു പോക്കും ഉയർച്ചയിലേക്ക് പോകുന്നതും അത് എത്രത്തോളം ഉയർച്ചയിലേക്ക് പോയാൽ എവിടെയാണ് ചെന്ന് അവസാനിക്കുന്നതെന്നുള്ള അന്ത്യം ഇത്തരം തരം മഹാന്മാർക്ക് മാത്രമേ പറയാൻ കഴിയൂ. എന്നാൽ ബഷീർക്ക് അങ്ങനല്ല. ബഷീർക്കായി സ്വന്തമായിട്ട് ഒന്നുമില്ല. എന്നാൽ ഉള്ളവരിൽ നിന്നും ദാനം സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഈമാനും പ്രസന്നയേറിയ മുഖത്തെ കണ്ടാൽ പണക്കാരും വെച്ചുകൊണ്ട് ഇല്ല എന്ന് പറയില്ല. അങ്ങനെ കിട്ടുന്ന ദാനധർമ്മങ്ങൾ പണക്കാരുടെ മുമ്പിൽ ഒരു പിശക്കാരനായിക്കൊണ്ട് മറ്റുള്ളവർക്ക് സഹായ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഈ ബഷീർ ഖാൻ്റെ ഈ പുസ്തകം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാറ്റം വരും എന്നതാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഇത്തരം ചരിത്രങ്ങളൊക്കെ ഹദീസിലും കിതാബുകളിലും ഒക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത അമ്പിയാ ഔലിയാക്കളും പ്രവാചകന്മാരുടെയും ചരിത്രമാണല്ലോ, അത് അന്നത്തെ കാലം അങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് അതേപോലല്ല. നമ്മളിടയിലും ഇത്തരത്തിൽ പ്രവാചകവാസന സത്യവിശ്വാസങ്ങൾ നിർവഹിച്ചും സംസാരിച്ചും പ്രവർത്തിച്ചു പോകുവാൻ കഴിവുള്ള മനുഷ്യർ ഉണ്ടോ എന്ന് ഈ സാധാരണക്കാർക്ക് ആർക്കാണ് മനസ്സിലാക്കാൻ താല്പര്യമുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കേ. അല്പമെങ്കിലും സൃഷ്ടിതാവിനോടും അമ്പിയാ ഔലിയാക്കന്മാരോടും പ്രവാചകന്മാരോടും അവരൊക്കെ പറഞ്ഞ സിദ്ധാന്തങ്ങളോടും ഇലവിലേശമെങ്കിലും ബന്ധവും സ്നേഹവും ഇഷ്ടമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മഹാന്മാരുടെ പുസ്തകത്തിൽ ചരിത്രമുണ്ടോ ഇല്ലയോ എന്നൊന്ന് പരീക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ എനിക്ക് മാപ്പ് തരിക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ബഷീർ അദ്ദേഹത്തിൻ്റെ കഥ ഞാൻ വളരെ ചുരുക്കത്തിൽ, വളരെ താഴ്ത്തി, വളരെ ഞെരുക്കിയാണ് പറഞ്ഞത്. പറഞ്ഞാൽ ഇതേ കണക്കുള്ള അമ്പിയാ ഔലിയാക്കന്മാരുടെയും മറ്റ് ഇതേ കണക്കുള്ള മഹാന്മാരുടെയും എൻ്റെ ചെറുപ്രായം തൊട്ട് 62 വയസ്സ് വരെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷേ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് വീഡിയോയുടെ ലെന്ത് നീണ്ടുപോകും. മാത്രമല്ല, ഈ ബഷീർ അദ്ദേഹം എഴുതിയ ഈ 101 പേജിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, പഠിക്കാനുണ്ട്. അതുപോലെ വിശദീകരിക്കാനുള്ള ടൈം എനിക്കില്ലാത്തതിനെ കൊണ്ട് ഇപ്പോൾ ഞാനിത് ചുരുക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി എന്തെങ്കിലും ഇതേപോലെ എൻ്റെ ഹൃദയത്തിൽ തുടുപ്പുള്ള എന്തെങ്കിലും മഹാന്മാരുടെ സത്യങ്ങൾ വരികയാണെങ്കിൽ ഞാനത് ഇഷ്ടമുള്ളവർക്ക് ഇതേപോലെ യൂട്യൂബിലോ എങ്ങനെയെങ്കിലും മനസ്സിലാക്കി ഒരു 5 ആളെങ്കിലും മനസ്സിലാക്കിയാൽ 5 ആളിൽ നിന്ന് 5000ങ്ങളിലേക്ക് പോകും. മനുഷ്യൻ അങ്ങനെയാണ് നാം എല്ലാം ഉദ്ദേശിക്കുന്നത്. മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചതിന് ശേഷം ഒരു മനുഷ്യനെ, ഒരു ജീവികളെയോ പട്ടിണിയാക്കാനുള്ള അവസ്ഥ തന്നിട്ടില്ല. മനുഷ്യൻ്റെ നിർമ്മാണത്തിനോടൊപ്പം തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും സസ്യങ്ങളും അവ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വിധത്തിലുള്ള എല്ലാ ഭക്ഷ്യ വസ്തുക്കളും ഈ ദുനിയാവിൽ റബ്ബ് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കൊട്ടാരങ്ങളും മാളികകളും പറക്കാൻ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളും പ്ലെയിനുകളും പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അത്യാഗ്രഹങ്ങളിൽ പെട്ടതും ചിലത് ചെറിയ ആവശ്യങ്ങളിൽ പെട്ടതും മാത്രമാണ്. ഇൻഷാ അല്ലാഹ്. ആവശ്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ എങ്ങോട്ടാണ് യാത്ര എന്നും കൂടി മനസ്സിലാക്കി, എത്ര ഉയരത്തിൽ പോയാലും അവസാനം നമ്മൾ ചെന്ന് നിൽക്കുന്നത് എവിടെയാണെന്നും കൂടി മനസ്സിലാക്കി എല്ലാവരും ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ച് മുന്നോട്ട് പോയാൽ എല്ലാവർക്കുടെയും ഹൃദയത്തിൽ സൃഷ്ടിതാവിൻ്റെ നല്ലൊരു പ്രകാശം ജ്വലിക്കും. സുഖമായി ജീവിക്കാം, സുഖമായി ഉറങ്ങാം, സുഖമായി ഈമാനോടുകൂടി മരിച്ച് അല്ലാഹു തആലയുടെ തിരുസന്നിധിയിലേക്ക് എത്താൻ നമ്മയെല്ലാം വിധിക്കൂട്ടട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.